പതാക ഉയർത്തും. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ നിന്ന് വന്ദേ മാതരം മുഴങ്ങും. വന്ദേ മാതരവും യുവശക്തിയുമാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ മുഖ്യ പ്രമേയം. രാജ്യതലസ്ഥാനത്ത് കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരത്ലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നു. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വന്ദേ മാതരത്തിന്റെ 150-ാം വർഷമാണ്. വികസിത ഭാരതം 2047 യുവശക്തി മുൻനിർത്തിക്കൊണ്ടുള്ള പ്രമേയമാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നത്? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ശരത്? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഈ തവണത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് വളരെയേറെയധികം പ്രത്യേകതയുണ്ട്. ശ്രീലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ യുവശക്തിയാണ്. അതേപോലെ തന്നെ വന്ദേ മാതരം ആദ്യമായി ചെങ്കോട്ടയിൽ മുഴങ്ങുന്നു എന്നതുകൂടിയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത യുവശക്തി എന്നതിലുപരി, അതായത് CJP പോലെ അല്ലെങ്കിൽ യുവാക്കൾ അല്ലെങ്കിൽ ജൻസി പ്രക്ഷോഭം കണ്ട ഒരു ദേശമുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി യുവാക്കളോട് അല്ലെങ്കിൽ ജൻസികളോട് എന്താണ് പറയുക എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് പല സ്ഥലങ്ങളിലും, അതായത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിലും അതേപോലെ രാജ്യത്തിൻ്റെ വിവിധ പട്ടണങ്ങളിലുമൊക്കെ കർക്കശമായ സുരക്ഷാ സംവിധാനമാണ്. ഡൽഹിയെ സംബന്ധിച്ചോളം ഒരു സുരക്ഷാ പുതപ്പിനുള്ളിലാണ് ഡൽഹി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഡൽഹി അതിർത്തികളിലൊക്കെ തന്നെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഹരിയാന, നോയിഡ, അതേപോലെ തന്നെ ഗാസിയാബാദ്, ഫരീദാബാദ്, UP-യിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുന്ന എല്ലാ വഴികളിലും വളരെ ശക്തമായ പോലീസ് ബാരിക്കേഡുണ്ട്. പാർലമെൻറ്റിൽ ചെങ്കോട്ടയിൽ പ്രത്യേകിച്ചും വളരെ വലിയ സുരക്ഷാ ഏർപ്പാടുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും എല്ലാ 500 മീറ്ററിലും ഒരു ചെക്ക് പോയിൻ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത്രയധികം കനത്ത സുരക്ഷയാണ്. അതായത് അതല്ലെങ്കിൽ യഥാർത്ഥ സുരക്ഷാ പ്രശ്നം ഡൽഹിയിലുണ്ടോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള അത്ര കനത്ത സുരക്ഷയാണ്. കാരണം വല്ല ഭീഷണിയും ഡൽഹിയിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ ഡൽഹി പോലീസ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇപ്പോൾ 7 മണി 7:10 ആവുന്നു. ഈ സമയത്ത് പോലും മുഴുവൻ റോഡുകളിലും അതായത് ഡൽഹിയിലേക്ക് അതിർത്തികളൊക്കെ തന്നെ വാഹനങ്ങൾ പൂർണ്ണ രൂപത്തിൽ പരിശോധിക്കുകയാണ്. ബസ്സുകൾ, അതേപോലെ തന്നെ ട്രക്കുകൾ, ഇതിലൊക്കെ തന്നെ ഡൽഹിയിലേക്ക് പ്രവേശന നിരോധനം, പ്രഖ്യാപിത നിരോധനമുണ്ട്. വളരെ ശക്തമായ സുരക്ഷാ പരിശോധനയുണ്ട്. നമുക്കിനി അറിയേണ്ടത് CJP പ്രക്ഷോഭത്തിന് ശേഷം എന്തായിരിക്കും പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പറയുന്നു എന്ന് തന്നെയാണ്. ഏതാണ്ട് പ്രതിപക്ഷമടക്കമുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ജൻസി പ്രക്ഷോഭത്തിൻ്റെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ അടിമുടി ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി 80-ാമത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തോടുണ്ട്. ഈ സമയത്ത് എന്തായിരിക്കും പ്രധാനമന്ത്രി യുവജനങ്ങളോട് പറയുന്നത് എന്നതാണ് രാജ്യം കാതോർത്ത് നിൽക്കുന്നത്. ഏതാണ്ട് ചെങ്കോട്ടയിൽ നാളെ മോഡിയുടെ പ്രസംഗം തന്നെയായിരിക്കും ശ്രീലക്ഷ്മി രാജ്യശ്രദ്ധയിലേക്ക് വരുന്നത്. ഓക്കെ, ശരി ശരത്ത്. അപ്പോൾ രാജ്യതലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി.